നമസ്കാരം. മണ്ണിനെ മറന്ന് വിണ്ണിൽ കയറിയ സുന്ദരതാരങ്ങളല്ല എന്നാണ് നമ്മുടെ അമ്മയുടെ മക്കൾ അവരുടെ ഓരോ ഷോയുടെയും അവസാനം പാടുന്ന പാട്ട്. മണ്ണിനെ മറന്ന് വിണ്ണിൽ കയറിയ സുന്ദര താരങ്ങളല്ല, ഞങ്ങൾ സുന്ദര താരങ്ങളല്ല. സുന്ദര താരങ്ങളല്ല എന്ന് അവർ ഓരോ നിമിഷവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. എന്തൊക്കെ പുകിലുകളാണ് അമ്മയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച്, അമ്മ എന്ത് മനോഹരമായ പേരാണ്. സത്യം പറഞ്ഞാൽ ഈ മലയാള സിനിമയിലെ നടീനടന്മാർ സംഘടന രൂപീകരിക്കുന്നു, അതിന് അമ്മ എന്ന് പേരിടുന്നു എന്ന് കേട്ടപ്പോൾ അടിപൊളി എന്ന് വിചാരിച്ചവരാണ് ഓരോ മലയാളി. പിന്നെ നമ്മൾ കാണുന്നത് അമ്മയുടെ കേരളത്തിൽ പല സ്ഥലത്തായി അമ്മ ഷോകൾ നടത്തുന്നു, സ്വന്തമായി വസ്തു വാങ്ങുന്നു, കെട്ടിടം വാങ്ങുന്നു, ഈ അവശത അനുഭവിക്കുന്ന കലാകാരന്മാർക്ക് കൈനീട്ടം കൊടുക്കുന്നു, അവർക്ക് പെൻഷൻ കൊടുക്കുന്നു. വളരെ നല്ല രീതിയിൽ അമ്മ എന്ന സംഘടന മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇപ്പോൾ അമ്മ എന്ന് കേട്ടാൽ അമ്മേ എന്ന് ആളുകൾ വിളിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതാണ് ഇതിനെല്ലാം കാരണം. നമുക്കറിയാം എന്തൊരു വേളത്തിൽ തുടങ്ങിയ തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിലേക്ക് നമുക്ക് വരാം. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും അവസാനത്തെ എപ്പിസോഡിൽ നിന്ന് തുടങ്ങാം. അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശ്വേതാ മേനോനെതിരെ കോടതിയിൽ വന്ന ഒരു പരാതിയാണ്. FIR വിട്ടു പോലീസ്. ശ്വേതാ മേനോൻ അശ്ലീല സിനിമകളിൽ അഭിനയിച്ച് പണം സമ്പാദിക്കുന്നു എന്നാണ് കേസ്. കേട്ടവർ അതേത് അശ്ലീല സിനിമ, അതേ സിനിമ. ചിലർ ഇൻ്റർനെറ്റിലേക്ക് കയറി തപ്പൊക്കെ ചെയ്തു കേട്ടോ. അന്വേഷിച്ച് ചെന്നപ്പോൾ സിനിമയുടെ പേര് പലേരി മാണിക്യം, വേറൊരു സിനിമയുടെ പേര് കളിമണ്ണ്. പലേരി മാണിക്യം നമുക്കറിയാം, മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തേണ്ട ഒരു സിനിമ. രഞ്ജിത്ത് സംവിധാനം ചെയ്തത്. ഇപ്പം ഈ ഇടയ്ക്കാണ് സിനിമ റിലീസ് ചെയ്തത്. ഒന്നാം തരം സിനിമയാണ്. പിന്നെ ഒന്ന് ബ്ലസ്സി സംവിധാനം ചെയ്ത കളിമണ്ണ്. ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇതൊക്കെ അശ്ലീല സിനിമയെന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്ന വേട്ടാവളിയന്മാരുണ്ടല്ലോ, ഓട്ടിച്ചിട്ട് അടിക്കണം. അതാണ് ചെയ്യേണ്ടത്, വേറൊന്നും ചെയ്യരുത്. ഇവരൊക്കെ നിയമം മൂലം നിരോധിക്കുകയാണ് വേണ്ടത് എന്ന് മാത്രമേ പറയാറുള്ളൂ. അല്ല ചങ്ങായിമാരെ, ശ്വേതാ മേനോൻ അഭിനയിച്ച ഈ 2 സിനിമകളും അശ്ലീല സിനിമയാണെങ്കിൽ ഒന്നിലെ നായകൻ മമ്മൂട്ടി, പലേരി മാണിക്കത്തില്ല. സംവിധാനം ചെയ്തത് രഞ്ജിത്താണ്. ഒന്നാലോചിച്ച്, അത് അശ്ലീല സിനിമ. ശ്വേതാ മേനോൻ അഭിനയിച്ച അശ്ലീല സിനിമയാണെങ്കിൽ മമ്മൂട്ടിയെ തുണ്ടുപടത്തിൻ്റെ നായകനെന്ന് വിളിക്കേണ്ടി വരും. രഞ്ജിത്ത് തുണ്ടുപടത്തിൻ്റെ സംവിധായകനാകുമോ? എനിക്ക് അറിയാമെങ്കിൽ ചോദിക്കുകയാണ്. ഇപ്പുറത്ത് ബിജു മേനോനും ബ്ലസ്സിയുമാണ് കളിമണ്ണിൽ അഭിനയിച്ചത്. അവരെ ഈ കാറ്റഗറിയിൽപ്പെടുത്താൻ പറ്റുമോ? നിങ്ങൾ ശ്വേതാ മേനോൻ ഏത് തരത്തിലാണ് അശ്ലീല സിനിമയിൽ അഭിനയിച്ചെന്ന് പറയുന്നത്? അവർ വർഷങ്ങൾക്ക് മുമ്പ് കാമസൂത്രയുടെ പരസ്യത്തിൽ അഭിനയിച്ച വളരെ ബോൾഡായിട്ടുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്ന വളരെ മിടുക്കിയായ ഒരു സ്ത്രീയാണ്. അവരെ ഈ വിധത്തിൽ അപമാനിക്കാനുള്ള ശ്രമമുണ്ടായത് എവിടെ നിന്നാണ്? അന്വേഷിച്ച് ചെല്ലുമ്പോൾ അതും അമ്മയുടെ മക്കളെ ചെയ്ത പണിയാവാനാണ് സാധ്യത എന്നാണ് തോന്നുന്നത്.